ഗായ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ടാങ്കുകളൊക്കെ പണിതുണ്ട്. നമുക്ക് ആ ടാങ്കിലേക്ക് മീൻ മേടിക്കണം. അതാണ് നമ്മുടെ ഇനി അടുത്ത പണി. ഇപ്പോൾ വെക്കേഷനല്ലോ, അതുകൊണ്ട് കഴിഞ്ഞ നമ്മൾ വീണ്ടും ഫാമിങ് തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് ഇനി മീൻ എടുക്കാൻ പോകണം. പിന്നെ നമുക്ക് മീൻ എടുക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ മീനെടുക്കാൻ വണ്ടിയുമ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മീനെടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കിഴക്കേക്കോട്ടര അവിടെയുള്ള ജൂബിലി മിഷൻ്റെ അടുത്തുള്ള 2 അക്വേറിയത്തേക്കാണ് നമ്മളിപ്പോൾ മീനെടുക്കാൻ പോകുന്നത്. നമ്മൾ വണ്ടിയുമ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മീനെടുക്കാൻ. അപ്പോൾ നമുക്ക് അവിടെ ഷോപ്പിലെത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മളപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ബാബു ഗോൾഡൻ അക്വേറിയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ബാബുവിൻ്റെ ഗോൾഡൻ അക്വേറിയാണത്. നമ്മൾ ഇവിടേക്കാണ് ആദ്യമായിട്ട് മീൻ മേടിക്കാൻ വന്നത്. നമുക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ കളർ ടട്രയും പിന്നെ ഗോൾഡ് ഫിഷും മോളിയൊക്കെ കിടക്കുന്നത് കാണാം. പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ നോക്കുമ്പോൾ മാർബിൾസ്, നമുക്ക് ഫിഷ് ടാങ്കിൽ വിരിക്കാനുള്ള കാര്യങ്ങൾ, കയറി ചെല്ലുമ്പോൾ ഫിഷ് ടാങ്കുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ അടിയിൽ ടാങ്കിലോളും മീനുകളുണ്ട്. പിന്നെ ഇവിടെ വൈറ്റ് ഷാർക്കൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കയറി ചെല്ലാൻ വേണ്ടി നമുക്കൊരു പ്ലാന്റഡ് ആയിട്ടുള്ളൊരു അക്വേറിയം കാണാൻ പറ്റും. അതിൽ അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ റെയിൻബോ ഷാർക്കിൻ്റെ കിടക്കുന്നത് കാണാം നമുക്ക്. അപ്പുറത്ത് വേറൊരു അക്വേറിയം ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അതിപ്പോൾ കാട്ടിത്തരാം. ഇതാണ് രണ്ടാമത്തെ നമ്മുടെ അക്വേറിയം. ഇതിലേക്ക് എടുക്കുന്നത് കളർ വിഡോസാണ്. അതിൻ്റെ മേളിൽ പിന്നെ ഫൈറ്റർ റോൾ ഇരിക്കും. ഗൈസ്, നമുക്ക് ആ കടയത്തെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അടുത്ത കടയിൽ എത്തിയിട്ടുണ്ട്. അടുത്ത കട എന്ന് പറഞ്ഞാൽ അക്വേറിയം പോയിന്റ് എന്ന് പറഞ്ഞൊരു കടയാണ്. അവർ കയറി ചെല്ലുമ്പോൾ നമുക്ക് പ്ലാന്റോൾ ഇരിക്കുന്ന കാണാം. പ്ലാന്റോൾ ഇരിക്കുന്നുണ്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ അവിടെ ഫൈറ്റർ റോളാണ് ഉള്ളത്. കളർഫുൾ കുറേ നല്ല ഫൈറ്റർ റോളുണ്ട് അവിടെ. പിന്നെ അവിടെ ഇങ്ങനെ അവർ ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ തരം മീനുകൾ അവിടെ ഉണ്ട്. പ്ലാന്റിൽ കയറി ചെല്ലുമ്പോൾ ഏഞ്ചൽ ഫിഷ്, അങ്ങനെ കുറേ ഫൈറ്ററിൻ്റെ ഫീമെയിലും മെയിലൊക്കെ കാണാം. അത് സെറ്റ് ചെയ്ത് വെച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റഡ് അക്വേറിയമാണ്. അപ്പോൾ ഗൈസ്, പിന്നെ ഇവിടെ കുറേ തരത്തിലുള്ള ടെട്രോളുണ്ട്. കളർ ടെട്രോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പല ഭംഗിയിലുള്ള പല കളറിലുള്ള ടെട്രോളുണ്ട്. ടൈഗർ ടെട്രോളുണ്ട്. പിന്നെ ഇവിടെ ഗൈസ്, ഇതാണ് നമ്മുടെ ഗപ്പി. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ റെഡ് ആൽബിനോ ഫുൾ റെഡ് ഗപ്പിയാണ് ഫസ്റ്റ് തന്നെ കിടക്കുന്നത് ഇതിൽ. പിന്നെ നമുക്കിനി അടുത്ത ഗപ്പിനെ കട്ടിത്തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ അടുത്ത ടാങ്ക്. ഇതിലിപ്പോൾ കിടക്കണമെന്ന് പറഞ്ഞാൽ ഗോൾഡൻ കപ്പിയാണ് ഇതിൽ കിടക്കുന്നത്. ഇപ്പം നമ്മൾ വന്നത് നൈറ്റ് ആയതുകൊണ്ട് അതിൽ കുറേ മീനുകളൊന്നും ഇല്ല, കുറഞ്ഞു. സ്റ്റോക്ക് പോയിരിക്കും. ഇനി നാളെ സ്റ്റോക്ക് വരും. ഇത് അടുത്ത വെറൈറ്റി കപ്പിയാണ്. ഇത് പിന്നെ നമ്മുടെ ഫുൾ ബ്ലാക്ക് കപ്പിയുടെ ടാങ്കാണ്. ഇതിലൊന്നും ഇല്ല മീനെന്ന് പറയാൻ വേണ്ടി, കുറവാണുള്ളത്. സ്റ്റോക്ക് നാളെ എന്തെങ്കിലും വരും. നമ്മൾ നൈറ്റ് വന്നതാണ് സ്റ്റോക്ക് കുറവ്. അത്യാവശ്യം 4-5 വെറൈറ്റി കപ്പികൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ബിഗ് ഗിയറാണ് കിടക്കുന്നത് ഇതിൽ. പിന്നെ വീണ്ടും നമ്മുടെ അങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ വീണ്ടും നമ്മുടെ വിഡോൻ്റെ തന്നെ വേറെ കളർ വിഡോസിൻ്റെ വേറെ സെക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ നോക്കുമ്പോൾ ഏഞ്ചൽ ഫിഷുകളുണ്ട്. ഏഞ്ചൽ ഫിഷുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടേക്ക് നോക്കുമ്പോൾ അരോണ, പിന്നെ വേറെ നമുക്ക് അക്വേറിയം ഫിഷ് കിടക്കുന്നുണ്ട്. അതിൽ പ്ലാനറ്റ് അക്വേറിയം ഫിഷാണിത്. അതിൻ്റെ നല്ല ഭംഗിയുള്ള മീനുകളുണ്ട് ഇവിടെ. അടുത്ത ടാങ്കിൽ നമ്മൾ നെയ്ഫ് ഫിഷിനാണ് കാണുന്നത്. ക്ലിയർ ആവുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെ പറ്റുന്ന ഇതിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ടാങ്കിൽ നോക്കുമ്പോൾ ക്രാബ് ഫിഷ് കിടക്കുന്നുണ്ട് ഗൈസ്. ക്രാബ് ഫിഷിന് നമുക്ക് ഇവിടെ 100 രൂപയുള്ളൂ. പിന്നെ നമ്മുടെ പോളർ വൈറ്റ് കിടക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ പോളാർ ബ്ലൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ അപ്പുറത്ത് പോളാർ ബ്ലൂവും കിടക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സീബ്ര ഉണ്ട്. സീബ്ര ഫിഷിൻ്റെ വെറൈറ്റികളുണ്ട്. ബാർബോളുണ്ട്, ടൈഗർ ബാർബുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി മീനുകളുണ്ട് ഇതിലിവിടെ. സീബ്രയുടെ വെറൈറ്റികളാണ് കാണുന്നത്. അക്വേറിയം ഫിഷുകളാണ് ഫുള്ള്. പാൻഡ് അക്വേറിയം ഫിഷുകളാണ്. അത്യാവശ്യം വില കുറവ് തന്നെയാണ് ഇവിടെ ഇവർ വിൽക്കുന്നത്.
പിന്നെ പ്ലാറ്റി ഉണ്ട് ഇവിടെ, നല്ല കളർഫുൾ പ്ലാറ്റുകളുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ഷ്രിമ്പാണ്. ഷ്രിമ്പ് എന്ന് പറഞ്ഞാൽ കളർ ചെമ്മീനാണ് നമ്മുടെ, നല്ല ഭംഗിയുള്ളതുണ്ട്. പിന്നെ അതേപോലെ ഇഷ്ടംപോലെ മീനുകൾ പറഞ്ഞാൽ പല പല വെറൈറ്റിയുള്ള മീനുകളുണ്ട്. പിന്നെ അരോണയുടെ കുട്ടികൾ ഇവിടെ ഉണ്ട്. അത്യാവശ്യം വില കുറവിൽ തന്നെയാണ് ഇവരോടെ മീനെ വിൽക്കണം. നമുക്ക് എന്തായാലും ലാഭമാണ്. ഈ ഷോപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഉബുൽ മിഷൻ്റെ അവിടുത്തെ മന്നോർമ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷോപ്പ് വരുന്നത്. ബാബൂസ് ഗോൾഡൻ അക്വേറിയൻ്റെ ഓപ്പോസിറ്റാണ്, ഒരു ഇടവഴിക്ക് പോയാൽ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വഴി. ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയ ഗോൾഡൻ അക്വേറിയം എത്തുന്നതാണ്. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഇത്ര മീനെ മേടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ മീനെ വ്യക്തമായി കാട്ടി തരാൻ പറ്റില്ല, ഇരുട്ടായി ഉണ്ടാകുക. അപ്പോൾ നമ്മൾക്ക് എന്നിട്ട് നമ്മൾ ഏത് മീനെ മേടിച്ച് മീനിൻ്റെ റേറ്റ് അതൊക്കെ നമ്മളായിട്ട് വേറൊരു വീഡിയോ എന്തായാലും വരുന്നതാണ്. നമ്മളിപ്പോൾ ഇത് എന്നിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഒരു ടാങ്കിലേക്ക് എല്ലാത്തിനും വെച്ച് റിലീസ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു വേറെ നമ്മൾ ഏത് മീനെ മേടിച്ച ഏത് ടാങ്കിലിടണമെന്നൊക്കെ നമ്മൾ വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. അത് കിട്ടാൻ വേണ്ടി ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.